ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ആണ്. നമ്മളോടൊപ്പം ഉള്ളത് എമർജൻസി മെഡിസിൻ ഹെഡ് ഡോക്ടർ ബിനു ബ്രൈറ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു. നമസ്കാരം ഡോക്ടർ, നമുക്ക് സ്ട്രോക്ക്, അതായത് ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോസ് എന്തായിരിക്കും? ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണെന്നൊന്ന് വിശദീകരിക്കാം. അതായത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് നിലച്ചു പോവുക. അത് ഒന്നുകിൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽ പെട്ടെന്ന് ക്ലോട്ട് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകുന്നതായിരിക്കാം. ഏത് നേരം പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കുറയുകയും ആ ഭാഗം നശിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അത് ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞാൽ ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പെർമനന്റ് ഡാമേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് മിക്കവാറും ഈ വ്യക്തി ഹോസ്പിറ്റലിന് പുറത്തായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തി ചികിത്സ തുടരുന്ന ആ സമയം വരെയും ഓരോ മിനിറ്റും ബ്രെയിനിലെ ഓരോ ഭാഗങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ സ്ട്രോക്കിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഇവരെ എത്തിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു സ്ട്രോക്ക് വന്നുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പൊ അതായത് ബേസിക്കലി നമുക്ക് സാധാരണ നമ്മൾ പണ്ട് പോലെ അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു വർഷം തളർന്നു പോവുക, അല്ലെങ്കിൽ മുഖത്തൊരു സൈഡ് കോണി പോവുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തത ഇല്ലാതെ വരിക. ചിലപ്പോൾ നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകാനും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അല്ലാതെ പെട്ടെന്നൊരു ഉണ്ടാകുന്ന ബാലൻസ് കുറവ്, പെട്ടെന്നൊരു കാഴ്ചയിലുണ്ടാകുന്ന മങ്ങൽ, രണ്ടായിട്ട് കാണുക, ഇതൊക്കെ സ്ട്രോക്കിന് ലക്ഷണങ്ങളാവാം. അപ്പോൾ ഇത് എന്ത് തന്നെ ആയാലും പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു സിംറ്റംസ് കണ്ടാൽ എത്രയും പെട്ടെന്ന് വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ കാരണം വെച്ചാൽ പലപ്പോഴും ഇതെല്ലാം സ്ട്രോക്ക് ആണെന്ന് നിർബന്ധമില്ല. ഷുഗർ കുറഞ്ഞു പോയാലോ, സോഡിയം കുറഞ്ഞു പോയാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മൾ അതുകൊണ്ടൊന്ന് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരിക. പിന്നെ വേറെന്നുള്ള ചിലപ്പോൾ നമ്മളെ കൈയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് കൈ പൊക്കാൻ പറ്റുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യും. മേ ബി കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, തിരുമ്മി നോക്കും, തടവി നോക്കും. അതൊക്കെയാണ് ഏറ്റവും വലിയ അബദ്ധം. ചെയ്ത് നോക്കും, അപ്പൊ ആ ചൂട് വെച്ച് നോക്കും. അതൊക്കെ ആക്ച്വലി അഡ്വൈസബിൾ അല്ല. അപ്പൊ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം 4.5 hours ഒരു ബ്ലഡ് ക്ലോട്ട് ആയ ശേഷം ഉണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ മാക്സിമം 4 മണിക്കൂറിനകത്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താലും ഫലപ്രദമായിട്ട് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കുറച്ചും കൂടി ഒരു വലിയ ക്ലോട്ട് ആണെങ്കിൽ നമുക്ക് മാക്സിമം 24 hours ഒരു ടൈം ഉണ്ട്. ബട്ട് മിക്കപ്പോഴും ഉള്ള സ്ട്രോക്കുകൾ ഒരു മൈൽഡ് ടു മോഡറേറ്റ് സൈസ് ആയിരിക്കും. അപ്പോൾ അതിനൊരു 4.5 hours വിൻഡോ ഉള്ളൂ. അതായത് വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് നമ്മളൊരു സ്കാൻ എടുത്തതിന് ശേഷം മെഡിസിൻ കൊടുക്കുന്ന ടൈം അതൊരു താഴെ ആയിരിക്കണം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ വീട്ടിലാവുമ്പോൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഈ പേഷ്യന്റിന് ഇങ്ങനെ ഒരു കോൺഷ്യസ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഈ ഒരു സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് എങ്ങനെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു അവയർനെസ് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മളെ ഒരു കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ ചിലപ്പോൾ പെട്ടെന്ന് ആളുടെ ബോധം നഷ്ടപ്പെടാം, ഇതൊക്കെ സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പറ്റുന്നത് പലപ്പോഴും വീട്ടിൽ വെച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ഷുഗർ കുറഞ്ഞൊക്കെ വെച്ചാൽ നമ്മൾ മരുന്ന് എന്തെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പം അതൊരു സ്ട്രോക്കുള്ള വ്യക്തിയാണെങ്കിൽ ആൾക്ക് ഇത് ഇറക്കാൻ പോലും സാധിക്കത്തില്ല. അപ്പോൾ അത് പിന്നെ നമ്മളെ ഈ മുകളിൽ എന്നിട്ട് അത് നമ്മളെ ശ്വാസനാളത്തിൽ ഇറങ്ങുകയും ആസ്പിറേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതായത് പെട്ടെന്ന് വീട്ടിൽ വെച്ചൊരു ബോധം പോവുകയും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വെള്ളം കൊടുക്കാനോ ആഹാരം കൊടുക്കാനോ ശ്രമിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഓക്കെ, ഇതൊരു ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഇതാണല്ലോ, ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഓക്കെ. ഇത് യങ്ങർ ഏജിൽ വരുന്നതിന് കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം യങ്ങർ ഏജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഏജ് തന്നെയാണ്. പക്ഷെ അപ്പോൾ ആ ഒരു യങ്ങർ സ്റ്റേജിൽ ഇപ്പോൾ ഒത്തിരി പേർക്ക് വരുന്നുണ്ട് സ്ട്രോക്ക്. എന്തുകൊണ്ടായിരിക്കും അതിന് കാരണം? നമുക്ക് പലപ്പോഴും പണ്ടുള്ള ഇംപ്രഷൻ ഒരു എൽഡർലി ആൾക്കാരുടെ ഒരു അസുഖമാണ് സ്ട്രോക്ക്. പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സിൽ ഇത് കാണുന്നത്. ഈവൻ യങ്സ്റ്റേഴ്സ് അല്ല, കുട്ടികളിൽ പോലും കാണുന്നത്. ഒരു വയസ്സുള്ള കുട്ടിക്ക് പോലും പലപ്പോഴും സ്ട്രോക്ക് വന്ന് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഏജിൽ പോലും പല കാരണങ്ങളാണ് ഉള്ളത്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ മിക്കപ്പോഴും ഒരു ബ്രെയിനിൽ ജനിക്കുമ്പോഴേ ഉള്ള പല ഡിഫക്ട്സ് കാരണം ഇങ്ങനെ സ്ട്രോക്ക് പോലത്തെ ലക്ഷണങ്ങൾ വരാം. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് യങ്സ്റ്റേഴ്സിൽ ഇത് കൂടുതൽ പ്രധാന കാരണം സ്മോക്കിംഗ് പോലുള്ള അഡിക്ഷൻസ് ആണ്. സ്മോക്കിംഗ് വൺ ഓഫ് ദ നമ്പർ 1 കോസ് ഓഫ് ഇങ്ങനത്തെ സ്ട്രോക്കിന്റെ ഒരു ഒരു കോസായിട്ട് തന്നെ പറയാം. അതുകൂടാതെ തന്നെ പെട്ടെന്ന് ഇപ്പം നമ്മൾ അമിതമായി ഭാരം കൂടുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ കൂടുക, അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. പെട്ടെന്ന് ഈ യങ്സ്റ്റേഴ്സിൽ ഇപ്പം മിക്ക ആൾക്കാർക്കും നല്ല ശതമാനം ആൾക്കാർക്കും കൊളസ്ട്രോളും ഷുഗറൊക്കെ ഹൈ ആണ് ആക്ച്വലി. ഇതൊക്കെ തന്നെ ആക്ച്വലി സ്ട്രോക്കിന്റെ പ്രിക്കോസറായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു 50 വയസ്സിന് മുകളിൽ പറഞ്ഞിരുന്നൊരു അസുഖം ഇപ്പം താഴ്ത്തിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ 20 വയസ്സുള്ള ആൾക്കാർക്ക് പോലും സ്ട്രോക്ക് വരുന്നുണ്ട്.
ഓക്കെ, നമുക്കത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സ്ട്രോക്കിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് നമ്മൾ പണ്ട് ഇപ്പോൾ ഒരു 35 വയസ്സ് മുകളിലോട്ടാണ് റെഗുലർ ചെക്കപ്പ് പറഞ്ഞാൽ കുറച്ചും കൂടി താഴോട്ട് ചെക്ക് ചെയ്താലും കുഴപ്പമില്ല. യങ്സ്റ്റേഴ്സ് പോലും എസ്പെഷ്യലി അവർക്ക് ബോഡി വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ വൈദ്യസഹായം ചെയ്ത് ഒരു ബേസിക് ചെക്കപ്പ് ചെയ്ത് നോക്കും. എന്തെങ്കിലുമൊക്കെ കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, പെട്ടെന്ന് ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടി വിളിക്കും അല്ലെങ്കിൽ ഒരു ആംബുലൻസ്, ഏതായിരിക്കും ഒരു വെഹിക്കിൾ നമുക്ക് പെട്ടെന്ന് വിളിക്കേണ്ടത്? എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എങ്ങനെ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന എത്രയും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ആംബുലൻസ് തന്നെയാണ്. കാരണം നമുക്ക് സ്ട്രോക്ക് നമുക്ക് നടക്കാൻ പറ്റുന്നതല്ല. അപ്പം ആളെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആക്ച്വലി ചിലപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്കൊരു കാറിൽ കൊണ്ടിരുത്തി വേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഈസിലി അക്സസിബിൾ ആണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആംബുലൻസ് ആയിരിക്കും. നമുക്ക് സ്ട്രെച്ചറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇത് കിട്ടാൻ ഡിലേ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണ് അവസ്ഥയെങ്കിൽ ആളെ വണ്ടി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഈവൻ അതുപോലെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൈമിംഗ് ആണ്. ഇപ്പോൾ വെച്ചാൽ ഒട്ടും സമയം വേസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ എങ്ങോട്ട് കൊണ്ടുവന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ വലിയ ഹോസ്പിറ്റലിലും സ്ട്രോക്കിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ ഒരു മീഡിയം ടൈപ്പ് ഹോസ്പിറ്റലോ ചെറിയ ഹോസ്പിറ്റലോ ഇങ്ങനത്തെ മെഡിസിൻസ് പോലും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയബന്ധിതമായതുകൊണ്ട് തന്നെ എപ്പോഴും സ്ട്രോക്കിൻ്റെ ചികിത്സ ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത് കുറച്ച് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, കാരണം അവിടെ പോയി ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. ഡോക്ടർ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന് വിൻഡോ പീരീഡ് എന്ന് പറയും. അതായത് നമ്മൾ വിത്തിന് ഒരു 4.5 മണിക്കൂറിനകത്താണ് സ്ട്രോക്ക് ഉണ്ടായതിനു ശേഷം കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ ആ ആളെ അസസ് ചെയ്യും. എത്രത്തോളം വീക്ക്നെസ് ഉണ്ട്, ഇത് പെട്ടെന്ന് ഉണ്ടായതാണോ, ലാസ്റ്റ് എപ്പോഴായിരുന്നു ഈ വ്യക്തി നോർമൽ ആയിരുന്നത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതൊരു 4.5 മണിക്കൂറിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മളതിന് വിൻഡോ പീരീഡ് എന്ന് പറയും. എന്നിട്ട് ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നമ്മൾ ഇമേജിങ്ങിന് വിടും. ഇമേജിംഗ് എന്ന് വെച്ചാൽ നമ്മളൊന്നെങ്കിലും സ്കാൻ, MRI അല്ലെങ്കിൽ CT. പണ്ട് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് CT ആയിരുന്നു, നമ്മളിപ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന MRI ആണ്. കാരണം CT നമുക്ക് ആക്ച്വലി അക്യൂട്ട് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ CT നോർമൽ ആണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കും, പക്ഷേ MRIയിൽ കറക്റ്റായിട്ട് നമുക്ക് ആ സ്ട്രോക്കിൻ്റെ അഫക്റ്റ് ചെയ്ത ഏരിയ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന MRI ആണ്. പക്ഷേ MRIക്ക് ഒരു ചെറിയ ടൈം ലിമിറ്റ് കൂടുതൽ എടുക്കും, 20 മിനിറ്റ്സ് എടുക്കും. പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ അത് പ്രിഫർ ചെയ്യുന്നു. സോ ഒരു വ്യക്തി വന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ബേസിക്കലി അസസ് ചെയ്യുന്നു, ഒന്ന് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് MRIക്ക് വിടുന്നു. MRI നോക്കിയിട്ട് അതിലെന്തെങ്കിലും സ്ട്രോക്കിന് ലക്ഷണം നമ്മൾ എത്രയും പെട്ടെന്ന് മെഡിസിൻ കൊടുക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ക്ലോട്ട് അലിയിക്കാനുള്ള ഒരു മെഡിസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പല ടൈപ്പ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ കോമൺ ഉപയോഗിക്കുന്ന പേര് ടെനക്റ്റഡ് പ്ലേസ് എന്ന് പറയും. അത് ഏകദേശം ഒരു 5-10 സെക്കൻഡ്സ് നമുക്കൊരു പെട്ടെന്ന് ഒറ്റ പുഷായിട്ട് കൊടുക്കാം. പക്ഷേ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസും കോൺട്രാഇൻഡിക്കേഷൻസും ഉള്ള മരുന്നാണ്. ഏകദേശം 6% ആൾക്കാർക്ക് ഈ മെഡിസിൻ കൊടുത്താൽ തന്നെ അത് കാരണം ബ്ലീഡിങ് ഉണ്ടാവാം. അത് വന്ന് മരണം വരെ അടയുന്ന സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒരു 6% ആൾക്കാർക്ക്. എന്നാൽ ബാക്കി 95% ആൾക്കാർക്കും ഇത് കാണാൻ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ഇമേജിങ് എടുക്കുകയാണെങ്കിൽ വിത്തിൻ 1 മണിക്കൂർ കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ റിക്കവറി വിൽ ബി മച്ച് ഹയർ. ഇനി നമുക്ക് കുറച്ചും കൂടി നമ്മൾ സ്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ബ്രെയിൻ്റെ ഏരിയ അഫക്റ്റഡ് ആയിരിക്കുവാണ്. വലിയ ക്ലോട്ട് ആണെങ്കിൽ നമുക്കൊരു മെക്കാനിക്കൽ, നമ്മളിപ്പം ഹാർട്ടിന് ചെയ്യുന്ന പോലെ, ആൻജിയോ പോലെ ചെയ്യുന്നത് പോലെ നമ്മൾ ബ്രെയിനിലൊരു ഒരു കത്തീഡർ പാസ് ചെയ്തിട്ട് നമുക്ക് ആ ക്ലോട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സക്ഷൻ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ റിമൂവ് ചെയ്യാൻ പറ്റും, സ്റ്റെൻറ്റ് ഇടാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിന് പറയുന്ന പേരാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയും. അത് നമുക്കൊരു ഐഡിയലി വിത്തിൻ 6 മണിക്കൂറിനകത്ത് ചെയ്യണം. പക്ഷേ 27 മണിക്കൂർ വരെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില കണ്ടീഷൻസിൽ. അപ്പോൾ നമ്മുടെ ആ വ്യക്തിയുടെ ഏജും ബാക്കി എല്ലാം നോക്കിയതിന് ശേഷം നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് 24 ഹവേഴ്സിനകത്ത് വരെയും അത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പലരും അവെയർ അല്ല, കാരണം ഈ ഒരു പ്രൊസീജിയർ എല്ലാ ഹോസ്പിറ്റലും അവൈലബിൾ അല്ല. പക്ഷേ അത് മേ ബി ആ ആളുടെ പെർമനന്റ് ഡിസബിലിറ്റി നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. കാരണം സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് അതൊരു ഡിസബിലിറ്റി ആയിരിക്കും. ആ ഒരു മസിൽ പവറും അതൊന്നും ഒരിക്കലും നോർമൽ ആവാനുള്ള സാധ്യതയില്ല. ഓക്കെ, നമുക്ക് മെഡിസിനിലൂടെ ഒന്നും മാറ്റിയെടുക്കാൻ ഇല്ല. അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെയുള്ള മെയിൻ ഇതെന്ന് വെച്ചാൽ സെക്കൻഡ് സ്ട്രോക്ക് പ്രിവെന്റുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും കാരണം ഒരു സ്ട്രോക്ക് വന്നാൽ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. അത് പോയിട്ട് ഫിസിയോതെറാപ്പി അല്ലെ അങ്ങനെയുള്ള നമ്മുടെ ഓൾറെഡി ഉള്ള മസിലിനെ തിരിച്ച് ബെറ്റർ ആക്കാനുള്ള ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യും. അത് പലപ്പോഴും എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ബട്ട് എന്നാലും ചിലപ്പം ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിലും ഒരു പരിധി വരെ കുറച്ചൊരു റെമിനൻസ് കാണും ഇതിൻ്റെ. അത് കംപ്ലീറ്റ്ലി റിക്കവർ ആകില്ല.
കുഞ്ഞുങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ അതെ. അങ്ങനെ തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഇതൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യും. പക്ഷേ കുട്ടികൾ കുറച്ചും കൂടി റിക്കവർ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ബ്രെയിനും ഗ്രോയിങ് ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയവരെക്കാട്ടിയും കുറച്ചും കൂടി അവർ പെട്ടെന്ന് എന്താ പറയുക റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു യങ്സ്റ്റേഴ്സിനാണെങ്കിൽ ലൈഫ് സ്റ്റൈലിലാണ് കൂടുതലും ഇത് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞുങ്ങളിലാകുമ്പോൾ അവർ ലൈഫ് സ്റ്റൈൽ ഒന്നും ലൈഫ് സ്റ്റൈൽ അല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അത് മിക്കപ്പോഴും ജന്മനുള്ള ഡിഫക്റ്റുകൾ കാണാമായിരിക്കും. കൂടുതൽ നമ്മുടെ ബ്രെയിനിലുള്ള നമ്മുടെ എന്താ പറയുക പല വെസൽസിൻ്റെ ഒക്കെ സ്ട്രക്ചറും അല്ല അതിലുള്ള ഡിഫക്ട്സും കാരണമാണ് വരുന്നത്. ജനറ്റിക്കലാണ് കൂടുതലും. ജനറ്റിക്കലാണ്. ഓക്കെ, അതൊരു നേരത്തെ പാരന്റ്സിന് അങ്ങനെ എന്തെങ്കിലും സ്ട്രോക്ക് അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ വരാനുള്ള ഇല്ല, അത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു വരുന്നത് ഒരു യങ് ഏജ് അല്ലെങ്കിൽ അഡൾട്ട്സിലാണ്. പക്ഷേ കുട്ടികൾ ഒരു വയസ്സ് ഇൻഫൻസ് അങ്ങനെയുള്ളതൊക്കെ കൂടുതലും കാണുന്നത് ജനറ്റിക്കോ അല്ലെങ്കിൽ ന്യൂ ബോൺ എറേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണമാണ്. അതിനുള്ള ട്രീറ്റ്മെന്റും ഇതെല്ലാം കംപ്ലീറ്റ്ലി വേറൊരു രീതിയിലാണ് പോകുന്നത്. ഇതൊക്കെ നമ്മൾ കോമൺലി കണ്ടൊരു സമയമാണ്. കോവിഡ് സമയത്ത് ഒരുപാട് ഇങ്ങനത്തെ കേസസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പലതും എക്സ്പ്ലെയിനബിൾ പോലും ആയിരുന്നില്ല. പക്ഷേ അങ്ങനത്തെ കേസസ് കൂടിയൊരു സമയമാണ് കോവിഡ് ടൈം. എനിക്ക് തോന്നുന്നു കോവിഡ് വന്നതിന് ശേഷമാണ് ഒത്തിരി രോഗങ്ങൾ വീണ്ടും അല്ലേ? അതെ, വീണ്ടും അതൊരു കുറച്ചും കൂടി ഒരു ഇതായി തുടങ്ങിയതെന്ന് തോന്നുന്നു. ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹെൽത്ത് ഒന്ന് കുറഞ്ഞ് നമ്മുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞു. നമ്മൾ ആക്ച്വലി എവിടെ പുറത്തെവിടെയും പോയി വർക്കൗട്ട് ചെയ്യുക അതൊക്കെ ഒരുപാട് കുറഞ്ഞ സമയമാണ് കോവിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നാച്ചുറലി അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഫേസ് എടുക്കുന്ന ഒരുപാട് അസുഖങ്ങൾ കൂടുക തന്നെ ചെയ്തു. കാരണം ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ആൾക്കാരുടെ മാറി. കാരണം വീട്ടിലിരിപ്പായി പല ആൾക്കാരും. എന്നാൽ അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ കാണുന്ന യങ്സ്റ്റേഴ്സിലുള്ള ഇങ്ങനത്തെ ഇൻഷുറൻസിന്റെ ഒരു കൂടുതൽ നമ്മൾ കാണുന്നത്. ഓക്കെ, സ്ട്രോക്ക് എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. നമ്മുടെ ഉണ്ടായിരുന്നത് എമർജൻസി മെഡിസിൻ ഹെഡ് ഡോക്ടർ ബിനു ബ്രൈറ്റ് സാറാണ്. താങ്ക് യു ഡോക്ടർ. മറ്റൊരു കണ്ടന്റുമായിട്ട് എത്താം.